ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തീവട്ടിക്കൊള്ളയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രതിപാദ്യം. അത് മറ്റൊന്നുമല്ല, ഒരു വലിയ ശൃംഖല എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദേശ വിദ്യാഭ്യാസ ഏജൻസികളുടെ പ്രവർത്തനമാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മുഖ്യധാരാ പത്രങ്ങളിലും അതുപോലെയുള്ള മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ പരസ്യം കൊടുത്തുകൊണ്ട് നിരായുധരായിട്ടുള്ള വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ചതിക്കുഴിയിൽപ്പെടുത്തുന്ന ഒരു വലിയ കണ്ണിയാണ് ഈ പറയുന്ന വിദേശ വിദ്യാഭ്യാസ ഏജൻസികളിലെ ഭൂരിപക്ഷം പ്രസ്ഥാനങ്ങളും. ഇത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് കേരളത്തിലാണ്. കാരണം ഒടുവിൽ വന്നിരിക്കുന്ന സ്ഥിതി വിവരക്കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഈ തരത്തിൽ വിദേശത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളിലും അവർ മുടക്കുന്ന പണത്തിലും ഒന്നാം സ്ഥാനം കേരളത്തിനാണ്. ഈ കഴിഞ്ഞ 5 വർഷം 2019 മുതൽ 24 വരെയുള്ള കാലയളവിൽ ഒന്നാം സ്ഥാനത്തെത്തിയ കേരളത്തിൽ ഇതിനുവേണ്ടി വിദ്യാർത്ഥികൾ ചെലവഴിച്ചത് 7619.64 കോടി രൂപയാണ്. ഏത് വിധത്തിലും ഉന്നത വിദ്യാഭ്യാസം നേടുന്നത് ഇന്ത്യക്ക് പുറത്താകണം എന്നുള്ള ആഗ്രഹം വ്യാപകമായി വന്നതോടുകൂടിയാണ് ഈ ചതിക്കുഴിയിൽ ആളുകൾ ധാരാളമായി പെട്ട് പോകുന്നത്. വളരെ ആളുകളെ വശീകരിക്കത്തക്ക രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുത്ത് ലോകത്തുള്ള ഏത് സർവകലാശാലയിലും ഏത് കോഴ്സും പഠിക്കാൻ സൗകര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രദേശങ്ങളിൽ പ്രത്യേകമായ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ഈ പറയുന്ന 12ാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസമുള്ള സാധാരണക്കാരായ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചും വ്യാജ പ്രസ്താവനകൾ നടത്തിയും അടിസ്ഥാനമില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകിയുമാണ് ഈ ഒരു ശൃംഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു? പല വിദ്യാർത്ഥികളും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരളവ് വരെ പറഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ കാണാക്കയത്തിൽ കിടന്ന് അഴലുകയാണ്. അവർ ബാങ്കിൽ നിന്ന് വലിയ പലിശ കൊടുത്തെടുത്തിട്ടുള്ള തുകയൊന്നും അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. കാരണം ഈ പോയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ രക്ഷിതാക്കളും അവരും പ്രതീക്ഷിച്ചത് അതാത് രാജ്യങ്ങളിൽ, ഉദാഹരണമായി UK-യിലാകട്ടെ, കാനഡയിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, ന്യൂസിലൻഡിലാകട്ടെ ഒക്കെ അവിടെ പാസ്സായി കഴിഞ്ഞാൽ ഉടൻ ജോലി കിട്ടുമെന്നും അങ്ങനെ വരുമ്പോൾ ശമ്പളത്തിൽ നിന്ന് ഈ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലിലാണ് ഈ പോകുന്നത്. എന്നാൽ പലപ്പോഴും ഈ കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ വായ്പ എടുത്ത തുക ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ കാണിക്കുന്നത്. 16,293 കോടി രൂപ ഇതുവരെ ബാങ്കിൽ ഈ വായ്പ ഇനത്തിൽ തിരിച്ചടയ്ക്കാനുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി വിവര കണക്കുകൾ. അതിൽ തന്നെ ബാങ്കുകൾ 909 കോടിയോളം രൂപ കിട്ടാക്കടമായി എഴുതി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രധാനമായി ഇതിനകത്ത് പറ്റുന്ന അപകടം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന തെറ്റായ ധാരണകളും അവരിൽ ജനിപ്പിക്കുന്ന തെറ്റായിട്ടുള്ള വാഗ്ദാന മോഹങ്ങളുമാണ്. വിദ്യാർത്ഥികൾ പലപ്പോഴും ഏത് ജോലിയാണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നതിനെ സംബന്ധിച്ചോ ആ ജോലിക്ക് ഉപയോഗിക്കാൻ പറ്റിയതായിട്ടുള്ള വിദ്യാഭ്യാസം കോഴ്സ് ഏതാണ് എന്നതിനെ സംബന്ധിച്ചോ ഒന്നും കാര്യമായി മനസ്സിലാക്കാതെ, രണ്ടാമതായി ഈ പോകുന്നതായിട്ടുള്ള സർവകലാശാലകളുടെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ നോക്കാൻ കഴിയും, 2 വർഷം അവിടെ പഠിത്തം കഴിഞ്ഞിട്ട് തുടരാൻ കഴിയുമ്പോൾ അവിടെ ജോലി ലഭിക്കും എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷകളോടെ പോകുമ്പോഴാണ് ആ പ്രതീക്ഷകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് അവർ അവിടെ എത്തുമ്പോൾ ബോധ്യമാകുന്നത്. അങ്ങനെയുള്ള ചതിക്കുഴിയിൽപ്പെട്ട നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങേണ്ട ഒരവസ്ഥയാണ്. കാരണം പഠിത്തം കഴിഞ്ഞ് 2 വർഷം അവിടെ കഴിയാമെന്നുണ്ടായിരുന്ന വ്യവസ്ഥകളൊക്കെ ഇപ്പോൾ പല രാജ്യങ്ങളും മാറ്റി അത് 1-1.5 വർഷമാക്കി കുറച്ചിരിക്കുകയാണ്. ഈ 1.5 വർഷത്തിനകം തന്നെ ഈ ജോലി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അവരുടെ വിസയുടെ കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ ജോലി കിട്ടിയില്ല. അതോടൊപ്പം തന്നെ മടങ്ങി പോരേണ്ടി വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ
ഈ പറയുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ബാങ്കിൽ അടയ്ക്കേണ്ട കടത്തിന്റെ കുരുക്കിൽപ്പെട്ട് ജപ്തി നടപടികൾക്ക് പോലും വിധേയമാകാൻ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വളരെ താണതായതുകൊണ്ടും ഇവിടുത്തെ വിദ്യാഭ്യാസ അന്തരീക്ഷം പഠിക്കാൻ നിരക്കുന്നതിന് അല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടുമാണ് ഈ അടുത്ത കാലങ്ങളിലായി കഴിഞ്ഞ ഒരു 5-10 വർഷങ്ങളിലായിട്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഈ വിദ്യാർത്ഥികൾ പോകുന്നതിനായിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചത്. അതിന് കൂട്ടുനിൽക്കുന്നതായിട്ടുള്ള രക്ഷിതാക്കളെയും വശീകരിക്കത്തക്ക രീതിയിലാണ് ഈ വിദ്യാഭ്യാസ ഏജൻസികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ ഏജൻസികളുടെ പ്രവർത്തനത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ അടിയന്തരമായി സർക്കാർ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. കാര്യമായ തുക ഇവരിൽ നിന്ന് ഗ്യാരണ്ടി വാങ്ങിച്ചല്ലാതെ ഇവർക്ക് ലൈസൻസ് കൊടുക്കാൻ പാടില്ല. ലൈസൻസ് കൊടുക്കാത്ത സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പാടില്ല. വ്യാജ വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല. ഈ സർവകലാശാലകൾ വിദേശത്തുള്ളതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ഉള്ള സംവിധാനം ഉണ്ടാക്കണം. നോർക്ക പോലെയുള്ള ഏതെങ്കിലും ഒരു ഏജൻസി ഇതിന് മേൽനോട്ടം വഹിക്കത്തക്ക രീതിയിൽ സർക്കാരിന്റെ അധികാരത്തോടുകൂടെ സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ ഈ വലിയ നീരാളി പിടുത്തത്തിൽ നിന്ന് പാവപ്പെട്ട വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും രക്ഷിക്കാനാവുകയുള്ളൂ എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ യാഥാർത്ഥ്യം. അതിനാവശ്യമായിട്ടുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം സർക്കാരിന്റെ ഭാഗത്തില്ല. കാരണം ഈ സർക്കാരിനെ പോലും വിലക്കെടുക്കാൻ കഴിയുന്ന, അവരിൽ തന്നെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഏജൻസികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന അതിപ്രശസ്തമായ ഒരു ഏജൻസി തന്നെ പിണറായി വിജയന്റെ മകൾ നടത്തിയ എക്സാലോജിക് എന്നുള്ള കമ്പനിയിൽ അവർ വായ്പ കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്ത തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയമായ സ്വാധീനം ചെലുത്തി രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഈ വശീകരിക്കുന്ന പരസ്യങ്ങളിലൂടെ ആളുകൾ ചതിക്കുഴിയിൽ പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി ഏജൻസികൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. വിദേശ സർവകലാശാലകളുടെ നിജസ്ഥിതിയെക്കുറിച്ചും അതിൻ്റെ പ്രശസ്തിയെക്കുറിച്ചും അറിയാനുള്ള സംവിധാനങ്ങളുടെ അഭാവമുണ്ട്. അവർ പഠിക്കുന്ന തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ എത്രമാത്രം അവർക്ക് പ്രയോജനം ചെയ്യും എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അതിസങ്കീർണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇപ്പോൾ വല്ലാതെ നിലയില്ലാ കയത്തിൽ കിടന്ന് കൈയും കാലും അടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ശൃംഖല, അതിശക്തമായ സ്വാധീനമുള്ള ഈ വിദേശ വിദ്യാഭ്യാസ ഏജൻസി ശൃംഖല കാര്യമായിട്ടുള്ള പഠനത്തിന് വിധേയമാക്കി മാത്രമേ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ അപകടത്തിൽ ഇനിയും കൂടുതൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചെന്നുപെടും. ബാങ്ക് കർശനമായി ജപ്തി നടപടികളിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ മാനസികമായി പോലും തകർന്നു പോകുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും കേരളത്തിൽ കാണേണ്ടതായിട്ട് വരും. ഇന്ത്യയിൽ ഏറ്റവും അധികം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ ഈ ചതിക്കുഴിയിൽ പെടുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും അവരുടെ രക്ഷിതാക്കളുമാണ്. ഇന്ത്യയിൽ ആകെ പോകുന്നതിൽ 17% കേരളത്തിലെ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് പോകുന്നത്. അതുകൊണ്ട് ഇതിന് കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിശോധനാ സമ്പ്രദായവും നിയമത്തിന്റെ മുൻപിൽ ഇവർ കുറ്റം കാണിച്ചാൽ അവരെ ശിക്ഷിക്കുന്നതിനും അതിൻ്റെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്നതിനുള്ള വ്യവസ്ഥകളും ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ വിദേശത്തേക്ക് ഈ തരത്തിൽ വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികളെ പിടിക്കുന്നതിനുള്ള വലയുമായി ഈ പറയുന്ന ഈ സംഘം അല്ലെങ്കിൽ ഈ ഗൂഢസംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സമയം. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒരു മോണിറ്ററിംഗ് ഏജൻസിയെ അധികാരത്തോടുകൂടി സ്ഥാപിക്കുകയും ചെയ്യേണ്ട സമയം ആയിരിക്കുന്നു.